ഹലോ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസുകളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. ഒക്കെ നമുക്ക് നമ്മുടെ ഡെയിലി കോൺവെർസേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ചൊക്കെ നമുക്ക് അറിയുന്നതായിരിക്കും, എന്നാൽ കുറേ നമുക്ക് അറിയാത്തതായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാമല്ലേ. അപ്പോൾ ഞാൻ ബോർഡിൽ കുറച്ച് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു 10-20 സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം അല്ലേ. ഫസ്റ്റ് സെന്റൻസ്, നിങ്ങൾ മടങ്ങി വന്നത് എങ്ങനെ? നിങ്ങൾ മടങ്ങി വന്നത് എങ്ങനെ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. എങ്ങനെ നമുക്ക് ഇതിന് ഇംഗ്ലീഷിൽ ചോദിക്കാം? ഓക്കെ, എങ്ങനെ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ ചോദിക്കാം? ഹൗ ഹാവ് യു കം ബാക്ക്? ഹൗ ഹാവ് യു കം ബാക്ക് എന്ന് ചോദിക്കാം കേട്ടോ. എങ്ങനെയാണ് നിങ്ങൾ മടങ്ങി വന്നത് എന്ന് ചോദിക്കാം. ഹൗ ഹാവ് യു കം ബാക്ക് എന്ന് ചോദിക്കാം. ഇനി കുറേ പാസ്റ്റിൽ സംഭവിച്ച കാര്യമാണെങ്കിൽ നമുക്ക് ഹൗ ഡിഡ് യു കം ബാക്ക് എന്ന് ചോദിക്കാം കേട്ടോ. ഹൗ ഡിഡ് യു കം ബാക്ക് അല്ലെങ്കിൽ ഹൗ ഹാവ് യു കം ബാക്ക് എന്നും കൂടെ നമുക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചോ. നിങ്ങൾ എങ്ങനെയാണ് മടങ്ങി വന്നത്? ഹൗ ഹാവ് യു കം ബാക്ക്. നെക്സ്റ്റ്, ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായം ചെയ്യണം? ഇതെങ്ങനെ പറയാം? ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായം ചെയ്യണം? ഓക്കെ, what can I do for you? What can I do for you എന്ന് നമുക്ക് ചോദിക്കാം. ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായം ചെയ്യേണ്ടത് ഇങ്ങനെ നമുക്ക് ചോദിക്കാം. What can I do for you അല്ലെങ്കിൽ How can I help you എന്ന് നമുക്ക് ചോദിക്കാം കേട്ടോ. How can I help you? എനിക്ക് നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ പറ്റും? ഞാൻ എന്ത് സഹായം ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കാനായിട്ട് നമുക്ക് What can I do for you എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ How can I help you എന്ന് നമുക്ക് ചോദിക്കാം. നെക്സ്റ്റ്, ഇന്ന് അവധി ദിവസമാണോ? ഇതെങ്ങനെ നമുക്ക് ചോദിക്കാം? ഇന്ന് അവധി ദിവസമാണോ? ഓക്കെ, ആണോ? ഇസ് ഇറ്റ്? ആണോ എന്നു ചോദിക്കാം. ഇസ് ഇറ്റ്? ഇസ് ഇറ്റ് എ ഹോളിഡേ? ഇന്ന് അവധി ദിവസമാണോ? ഇസ് ഇറ്റ് എ ഹോളിഡേ ടുഡേ? ഇന്ന് അവധി ദിവസമാണോ എന്ന് എങ്ങനെ ചോദിക്കാം? ഇസ് ഇറ്റ് എ ഹോളിഡേ ടുഡേ എന്ന് ചോദിക്കാം. ഇനി ഇങ്ങനെയാണെങ്കിൽ ഇസ് ഇറ്റ് എ ഹോളിഡേ എന്ന അവധി ദിവസമാണോ? നമ്മളൊരു ക്വസ്റ്റ്യൻ ടോണിൽ ചോദിച്ചാൽ മതി. ഇസ് ഇറ്റ് എ ഹോളിഡേ എന്ന് മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇസ് ഇറ്റ് എ ഹോളിഡേ ടുഡേ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ടുഡേ ഇറ്റ്സ് എ ഹോളിഡേ അങ്ങനെ നമുക്ക് ചോദിക്കട്ടെ. ടുഡേ ഇറ്റ്സ് എ ഹോളിഡേ അല്ലേ. നമ്മൾ ചോദിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ടോണിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പല രീതിയിലും ചോദിക്കാം. ഇസ് ഇറ്റ് എ ഹോളിഡേ ടുഡേ അല്ലെങ്കിൽ ഇസ് ഇറ്റ് ഹോളിഡേ അല്ലെങ്കിൽ ടുഡേ ഇസ് ഹോളിഡേ എന്നൊക്കെ നമുക്ക് ചോദിക്കാവുന്ന കേട്ടോ. നെക്സ്റ്റ്, ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഇതെങ്ങനെ നമുക്ക് ചോദിക്കാം? we, ഞങ്ങൾ എന്നുള്ളതിന് we are grateful to you. We are grateful to you എന്ന് നമുക്ക് പറയാം കേട്ടോ. We are grateful to you, ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ സെന്റൻസുകളൊക്കെ ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങൾ മടങ്ങി വന്നത് എങ്ങനെ? How have you come back? ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായം ചെയ്യണം? What can I do for you? അല്ലെങ്കിൽ How can I help you? ഇന്ന് അവധി ദിവസമാണോ? Is it a holiday today? അല്ലെങ്കിൽ It's a holiday അല്ലെങ്കിൽ Today is holiday എന്നൊക്കെ നമുക്ക് ചോദിക്കാം അല്ലേ. ഇനി ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എങ്ങനെ ചോദിക്കാം? We are grateful to you എന്ന് പറയാം കേട്ടോ. We are grateful to you. ക്ലിയർ? അപ്പോൾ നെക്സ്റ്റ് നോക്കിക്കേ. എനിക്ക് ഒരു പേനയോ പെൻസിലോ തരുമോ? ഒരു പേനയോ പെൻസിലോ തരുമോ? ഇങ്ങനെയാണ് പറയുന്നുള്ളത് നോക്കാം കേട്ടോ. നമുക്ക് ഒരുപാട് സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങനെയുള്ള സെന്റൻസുകൾ യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. എന്താണ്? പേനയോ പെൻസിലോ തരൂ, അല്ലെങ്കിൽ ചായയോ കാപ്പിയോ തരൂ, ഇങ്ങനെയുള്ള സെന്റൻസുകളൊക്കെ നമ്മൾ നമ്മുടെ ഡെയിലി ടോക്കിൽ യൂസ് ചെയ്യുന്നല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് പറഞ്ഞു നോക്കാം. എനിക്കൊരു പേനയോ പെൻസിലോ തരുമോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ തരുമോ എങ്ങനെ പറയാം? വിൽ യു എന്നാണ് നമ്മൾ പറയാം അല്ലേ. വിൽ യു, അങ്ങനെ ചെയ്യുമോ എന്നാണ് അർത്ഥം കേട്ടോ. തരുമോ, വിൽ യു എന്ന് തരുമോ ഒന്നും കൂടെ നമ്മൾ പൊളൈറ്റ് ആയിട്ട് ചോദിക്കാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ പ്ലീസ് എന്നും കൂടെ ആഡ് ചെയ്യൂലേ. അപ്പോൾ വിൽ യു പ്ലീസ്, ഇനി തരുമോ, ഗിവ് മീ. വിൽ യു പ്ലീസ് ഗിവ് മീ എന്ത്? ഒരു പേനയോ അല്ലെങ്കിൽ ഒരു പെൻസിലോ. അപ്പൊ എങ്ങനെ ചോദിക്കാം? എയ്തർ എന്താണ് പേന, എയ്തർ എ പെൻ ഓർ എ പെൻസിൽ. ഇവിടെ എയ്തർ ഓർ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എയ്തർ ഓർ. ഓക്കെ, അപ്പം എന്താണ് ഈ സാധനമോ അല്ലെങ്കിൽ മറ്റേ സാധനമോ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അങ്ങനെ പറയാനായിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ എയ്തർ ഓർ എന്ന് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം
എനിക്കൊരു പേനയോ പെൻസിലോ തരും. അപ്പൊ തരുമോ, പ്ലീസ് തരുമോ, ദയവായിട്ട് തരുമോ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് വിൽ യു പ്ലീസ് ഗിവ് മീ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ പ്ലീസ് ഗിവ് മീ എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഇവിടെ നമ്മൾ വിൽ യു പ്ലീസ് ഗിവ് മീ എയ്തർ എ പെൻ ഓർ എ പെൻസിൽ, ഒന്നുകിൽ ഒരു പേന തരൂ അല്ലെങ്കിൽ ഒരു പെൻസിൽ തരൂ കേട്ടോ. അപ്പൊ ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ്, രണ്ടുത്തരങ്ങളും ശരിയാണ്. രണ്ടുത്തരം ശരിയാണെന്ന് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? രണ്ടുത്തരങ്ങളും എന്ന് പറയാനായിട്ട് നമുക്ക് ബോത്ത്, അത് രണ്ടും, അവർ രണ്ടുപേരും, ഇത് രണ്ട് സാധനങ്ങൾ എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നതാണ് ബോത്ത് കേട്ടോ. അപ്പൊ രണ്ടു ഉത്തരങ്ങളും ശരിയാണെന്ന് എങ്ങനെ പറയാം? ദി ആൻസേഴ്സ്. ബോത്ത് ദി ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടു ഉത്തരങ്ങൾ. ടു ആൻസേഴ്സ് എന്ന് പറയരുത്. ബോത്ത് ദി ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ രണ്ടു ഉത്തരങ്ങൾ എന്നാട്ടോ. ബോത്ത് ദി ആൻസേഴ്സ്, രണ്ടു ഉത്തരങ്ങളും ശരിയാണ്. ആർ കറക്റ്റ് എന്നാണ് പറയാം കേട്ടോ. Both the answers are correct. Okay, both the answers are correct. Okay, നീയും നിന്റെ സഹോദരിയും നന്നായി പ്രയത്നിക്കണം. നമ്മൾ പറയില്ലേ, നീയും നിന്റെ സഹോദരിയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊക്കെ പറയാറില്ലേ? നീയും നിന്റെ സഹോദരിയും നന്നായി പ്രയത്നിക്കണം, അതായത് ഹാർഡ് വർക്ക് ചെയ്യണം. എങ്ങനെ പറയാം? ഇവിടെ എന്താണ്? രണ്ടുപേരുമാണ്. അതുകൊണ്ട് നമുക്ക് സെന്റൻസിന്റെ തുടക്കത്തിൽ ബോത്ത് എന്ന് യൂസ് ചെയ്യാം കേട്ടോ. രണ്ടുപേരെയും ഒരുമിച്ചാണ് പറയുന്നത്, അതുകൊണ്ട് നമുക്ക് ബോത്ത് എന്ന് യൂസ് ചെയ്യാം. ഇനി നിന്റെ സഹോദരിയും, ഓക്കെ, നീയും നിന്റെ സഹോദരിയും എങ്ങനെ പറയാം? ബോത്ത് യു, ബോത്ത് യു ആൻഡ് യുവർ സിസ്റ്റർ എന്ന് പറയാം കേട്ടോ. ബോത്ത് യു ആൻഡ് യുവർ സിസ്റ്റർ. ഓക്കെ, ബോത്ത് യു ആൻഡ് യുവർ സിസ്റ്റർ എന്ന് വെച്ചാൽ നീയും നിന്റെ സഹോദരിയും, നിങ്ങൾ രണ്ടുപേരും എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണ്? നന്നായി പ്രയത്നിക്കണം, ചെയ്യണം എന്ന് പറയാനായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ ഷുഡ് ആണ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ബോത്ത് യു ആൻഡ് യുവർ സിസ്റ്റർ ഷുഡ് വർക്ക് ഹാർഡ് എന്ന് പറയാം അല്ലേ. പ്രയത്നിക്കുക എന്നുള്ളതിന് ഹാർഡ് വർക്ക് എന്നല്ലേ, ഷുഡ് വർക്ക് ഹാർഡ് എന്ന് പറയാം. ബോത്ത് യു ആൻഡ് യുവർ സിസ്റ്റർ ഷുഡ് വർക്ക് ഹാർഡ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നോക്കിക്കേ. അതെനിക്ക് സാരമില്ല. ഇതെങ്ങനെ പറയാം? അതെനിക്ക് സാരമില്ല, അതെനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ നമ്മൾ പറയുന്നതല്ലേ. അത് സാരമില്ല, അതെനിക്ക് സാരമില്ല എന്നെങ്ങനെ നമുക്ക് പറയാം? ഇറ്റ് ഡസൻറ്റ് മാറ്റർ ടു മീ. ഇറ്റ് ഡസൻറ്റ് മാറ്റർ, അതൊരു എന്താണ്, പ്രശ്നമല്ല, അതൊന്നും എനിക്ക് ഞാൻ കാര്യമാക്കി എടുത്തിട്ടില്ല എന്നൊക്കെ പറയില്ലേ. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ടു മീ, അതെനിക്ക് സാരമില്ല. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ടു മീ. പഠിച്ചു വെക്കാം കേട്ടോ. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ടു മീ, അതെനിക്ക് സാരമില്ല. അത് യാതൊരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല. ഇതെങ്ങനെ പറയാം? അത് യാതൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് യാതൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പൊ എങ്ങനെ പറയാം? അത് യാതൊരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല. ഇറ്റ് ഡസൻറ്റ് മേക്ക്, അത് ഉണ്ടാക്കുന്നില്ല. ഇറ്റ് ഡസൻറ്റ് മേക്ക്. ഇനി യാതൊരു വ്യത്യാസവും എന്നുള്ളതിന് എന്താ പറയാ? എനി ഡിഫറൻസ്. ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ്, ഇത് യാതൊരു ഡിഫറൻസും ഉണ്ടാക്കുന്നില്ല. ഇനി ഇത് യാതൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നില്ല എന്നെങ്ങനെ പറയാം? ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി മിസ്റ്റേക്ക്. ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി മിസ്റ്റേക്ക്. നെക്സ്റ്റ്, ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. ഇതെങ്ങനെ പറയാം? ഐ ഡോണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ ഡോണ്ട് അല്ലേ യൂസ് ചെയ്യാം. ഐ ഡോണ്ട്, ചോദിക്കുക എന്നുള്ളതിന് ആസ്ക്. ഐ ഡോണ്ട് ആസ്ക്, ഒന്നും, എന്താണ്? എനിത്തിങ്. ഐ ഡോണ്ട് ആസ്ക് എനിത്തിങ്, ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. ഐ ഡോണ്ട് ആസ്ക് എനിത്തിങ് എന്ന് പറയാം അല്ലേ. അപ്പൊ ഇനി നെക്സ്റ്റ് നോക്കിക്കേ. എന്നെയാണോ നിങ്ങൾ വിളിക്കുന്നത്? ഇതെങ്ങനെ ചോദിക്കാം? എന്നെയാണോ നിങ്ങൾ വിളിക്കുന്നത്? ഓക്കെ, ഇസ് ഇറ്റ് മീ എന്ന് ചോദിക്കാട്ടോ. ഇസ് ഇറ്റ് മീ, എന്നെയാണോ നിങ്ങൾ വിളിക്കുന്നത്? ഇസ് ഇറ്റ് മീ യു ആർ കോളിംഗ്? ക്വസ്റ്റ്യൻ ഡോണ്ട് ചോദിക്കാട്ടോ. Is it me you are calling? എന്നെയാണോ നിങ്ങൾ വിളിക്കുന്നത്? Is it me you are calling? Is it me you are calling? നെക്സ്റ്റ്, അവൾ ഇവിടെ വരാറില്ല. അവൾ ഇവിടെ വരാറില്ല, അവൾക്ക് ഇവിടെ വരുന്ന ഒരു ശീലമില്ല. അപ്പൊ ഇങ്ങനെ ശീലങ്ങളൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്? സിമ്പിൾ പ്രസന്റ് ഫോമിലാണ് പറയുന്നത് അല്ലേ. അപ്പൊ അവൾ ഇവിടെ വരാറില്ല എങ്ങനെ പറയാം? ഷീന്റെ കൂടെ ഡസൻറ്റ്, നെഗറ്റീവ് ആണ് കേട്ടോ. ഷീ ഡസൻറ്റ്, അവൾ എന്താണ്? ചെയ്യാറില്ല. എന്ത്? ഇവിടെ വരാറില്ല. ഷീ ഡസൻറ്റ് കം, വരിക, ഇവിടെ, ഹിയർ. ഷീ ഡസൻറ്റ് കം ഹിയർ, അവൾ ഇവിടെ വരാറില്ല, അവൾക്ക് ഇവിടെ വരുന്ന ഒരു ശീലമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഡസൻറ്റ് യൂസ് ചെയ്ത് കേട്ടോ. ഷീ ഡസൻറ്റ്. ഇവിടെ ഇനി ഐ ആണെങ്കിലോ ഐ ഡോണ്ട് എന്നാണ് പറയട്ടെ. അപ്പൊ ഐന്റെ കൂടെ നമ്മൾ ഡോണ്ട് യൂസ് ചെയ്യുന്നു, ഷീറ്റിന്റെ കൂടെ നമ്മൾ ഡസൻറ്റ് യൂസ് ചെയ്യുന്നു കേട്ടോ. ഇനി അവൾക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ല. ഇതെങ്ങനെ നമുക്ക് പറയാം? അവൾക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ല. ഓക്കെ, ഷീ ആണല്ലേ അവിടെ. ഷീ ഡസൻറ്റ് നോ, അല്ലെങ്കിൽ ഷീ ഡസ് നോട്ട് നോ. ഡസ് നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് ഡസൻറ്റ് കേട്ടോ. ഷീ ഡസൻറ്റ് നോ
how to make tea. She doesn't know how to make tea. ചായ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അവൾക്കറിയില്ല. She doesn't know, അവൾക്കറിയില്ല how to make tea. ചായ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതില്ലേ. അപ്പൊ അവൾക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ല. She doesn't know how to make tea. അപ്പൊ ഇനി അടുത്ത് നോക്കിക്കേ, ആ വാർത്ത ഞങ്ങൾ കേട്ടില്ല എന്നെങ്ങനെ നമുക്ക് പറയാം. നമ്മൾ പറയാറുണ്ടല്ലേ, ആ ഒരു വർത്തമാനം ഞങ്ങൾ കേട്ടില്ല. ഞങ്ങൾ കേട്ടില്ല എങ്ങനെ പറയാം? ആ ഓക്കെ ഓക്കെ we ഞങ്ങൾ എന്നുള്ളതിന് we haven't ഞങ്ങൾ കേട്ടില്ല. we haven't heard that ന്യൂസ് വാർത്ത അല്ലെങ്കിൽ വർത്തമാനം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നമുക്ക് ന്യൂസ് എന്ന് പറയാം കേട്ടോ. അപ്പം ആ വാർത്ത ഞങ്ങൾ കേട്ടില്ല. we haven't heard that news. clear? we haven't heard that news. ഇന്ന് തണുപ്പില്ല. ഇതെങ്ങനെ പറയാം? ഇന്ന് it's not cold. It's not cold today. It's not cold today. ഇന്ന് തണുപ്പില്ല. ഇങ്ങനെ പറഞ്ഞത് it's not cold today. ഇന്ന് തണുപ്പില്ല. ഇന്ന് നമ്മൾ താമസിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ വൈകിട്ടില്ല. എങ്ങനെ പറയാ? നമ്മൾ we are not late today. We are not late today. are not എന്ന് യൂസ് ചെയ്താൽ മതി കേട്ടോ. we are not late today. ഇന്ന് നമ്മൾ താമസിച്ചിട്ടില്ല. we are not late today. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നോക്കാം അല്ലേ. അയാൾക്ക് കാർ ഓടിക്കാൻ കഴിയില്ല. എങ്ങനെ നമുക്ക് പറയാം? അയാൾക്ക് കാർ ഓടിക്കാൻ കഴിയില്ല. അപ്പൊ കഴിയില്ല എങ്ങനെ പറയാം? അയാൾക്ക് കഴിയില്ല. he can't. എന്തിനാ കഴിയാത്തത്? കാർ ഓടിക്കാനല്ല. അപ്പൊ he can't drive a car. അയാൾക്കൊരു കാർ ഓടിക്കാൻ കഴിയില്ല. he can't drive a car. നെക്സ്റ്റ്, അയാളെ കണ്ടാൽ വയസ്സായതുപോലെയുണ്ട്. എങ്ങനെ പറയാം? he looks ഏജ്ഡ് എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഹി ലുക്സ് ഏജ്ഡ്. അയാളെ കണ്ടാൽ വയസ്സായതുപോലെയുണ്ട്. ഹി ലുക്സ് ഏജ്ഡ്. അയാളെ കണ്ടാൽ വയസ്സായതുപോലെ തോന്നും. ഹി ലുക്സ് ഏജ്ഡ്. നെക്സ്റ്റ്, അവൻ വെറും ഒരു കുട്ടിയാണ്. എങ്ങനെ പറയാം? ഹി ഈസ്. അവനാകുന്നു. ജസ്റ്റ് എ കിഡ്. അവൻ വെറും ഒരു കുട്ടിയാണ്. ഹീസ് ജസ്റ്റ് എ കിഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോരെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 20 സെൻറ്റൻസുകളാണ് കേട്ടോ പറഞ്ഞു നോക്കിയത്. അപ്പോൾ 20 സെൻറ്റൻസുകൾ എന്താണ്, കുറേയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതുണ്ടായിരിക്കും, പക്ഷേ എങ്കിലും കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാത്തതുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. ചിൽ ദെൻ ടേക്ക് കെയർ. ബൈ.